നിങ്ങളൊരു ഗെയിം കളിക്കാൻ റെഡിയാണോ? അതിനെന്താ, ഒരു ഗെയിം അല്ലേ അല്ലേ? പക്ഷെ അത് നിങ്ങളുടെ മരണത്തിലേക്കുള്ള ഒരു ഗെയിം ആണെങ്കിലോ? ദ ഗെയിം ബിഗിൻസ്. 2019 റേഡിയോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ഒരു മൂവിയാണ് റെഡി ഓർ നോട്ട്. മിസ്റ്ററി, ത്രില്ലിങ്, ഹൊറർ ജോൺറയിലുള്ള മൂവികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു മൂവി. ഇതിന്റെ ഒരു പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത്, അതായത് ഒരു 1 ലൈൻ പ്ലോട്ട് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ബിക്കോസ് ഇത് കാണുന്ന ആളുകൾക്ക് ഇനി ഇതിന്റെ സ്പോയിലർ നഷ്ടപ്പെടേണ്ട വിചാരിച്ചിട്ടാണ്. അതായത് ഒരു വലിയൊരു ഫാമിലി, അതായത് വലിയൊരു കുടുംബം, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കുടുംബം. പണ്ട് മുതലേ ഈ ഒരു ഫാമിലി ഗെയിംസിനോടൊക്കെ വളരെ താല്പര്യമുള്ള ആളുകളാണ്. അങ്ങനെ ഒരുപാട് റിച്ച് ആയ ഒരു ഫാമിലിയാണ് ഇവര്. സോ ഇവരുടെ ഫാമിലിക്ക് ഒരു ന്യൂ കമ്മർ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു നൈറ്റ്, അതായത് ഒരു വധു ആണെന്നുണ്ടെങ്കിലും ഒരു വരനാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ദിവസം ഫസ്റ്റ് നൈറ്റ് ഇവരൊരു ഗെയിം കളിക്കണം. ഈ ഒരു ഗെയിമിൽ കളിച്ച് ഇവർ പാസ്സായാലും മാത്രമേ ഉള്ളൂ ആ ഒരു ഫാമിലിയിൽ ഇവരെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെയാണ്. സോ ആദ്യം തന്നെ ഈ ഒരു മൂവിയിൽ ഇതുപോലെ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷേ അങ്ങനെ ഈ ഒരു മൂവിക്ക് പുതുതായിട്ട് വരുന്ന ഒരാളാണ് ഗ്രേസ്. അതായത് നമ്മളുടെ സമാറ വിവിങ്സ് ആണ് കേട്ടോ. എൻ്റെ 100 ക്രഷുകളിൽ ഒരാളായിട്ടുള്ള സമാറ വിവിങ്സ് ആണ്. ആക്ച്വലി നമ്മളുടെ മാർഗറ്റ് റോബിനെയും ഈ ഒരു സമാറ വിവിങ്സിനൊക്കെ കണ്ട ഏകദേശം ഒരേപോലെയാണ്. അങ്ങനെ ഈ ഒരു ഗ്രേസ് ഈ ഒരു ഫാമിലിയിലേക്ക് ഫസ്റ്റ് ദിവസം വരുന്ന സമയത്ത് ഈ ഒരു ഗ്രേസിനോട് ഒരു ഗെയിം കളിക്കാൻ ഇവിടുത്തെ ഫാമിലിത്തെ ആളുകൾ നിർബന്ധിപ്പിക്കുകയാണ്. At midnight, you have to play a game. Why? It's just something we do when someone new joins the family. A game. അങ്ങനെ ഇവർക്ക് കിട്ടുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആദ്യം ഈ ഒരു സമാറ വിവിങ്സ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രേസ് ഇതൊരു ഫൺ ആയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് ഈ ഒരു ഗ്രേസ് അറിയുന്നത് തൻ്റെ ജീവന് പോലും ഭീഷണിയായിട്ടുള്ള ഒരു ഗെയിമാണ് ഇത് എന്നുള്ളത്. I know you're in here. Oh, Jesus, you shot the maid. Does she look like she's wearing a giant white wedding dress, Emily? ശരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഈ ഒരു മൂവി കൊണ്ടുപോയിട്ടുണ്ട്. നല്ല ത്രില്ലടിപ്പിച്ചിട്ട്. ഇപ്പോൾ വലിയൊരു സംഭവമാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ എന്നാലും ആകെ 1.5 മണിക്കൂറേ ഈ ഒരു മൂവിയുള്ളൂ. ബട്ട് എന്നാലും ഇതിലെ ഓരോ സെക്കൻഡ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മളെ നല്ല ത്രില്ലടിപ്പിച്ചിട്ട് നല്ല മിസ്റ്ററി രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂവി. ഒരുപാട് നല്ല ബോക്സ് ഓഫീസിലൊക്കെ നല്ല കളക്ഷൻ കിട്ടിയൊരു മൂവിയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സമാറ വിവിങ്സിന്റെ പ്രകടനമൊക്കെ ഇതിലെ ആക്ടിംഗ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 1 നൈറ്റ് നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ്. ഇതിനുശേഷം ഈ ഒരു ഗെയിമിൽ ഈ ഒരു ഗ്രേസ് സർവൈവ് ആവുമോ അതോ മരിക്കുമോ അങ്ങനെയുള്ളതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു മൂവിയിൽ കൊണ്ടുപോകുന്നത്. ഞാൻ എന്തായാലും സ്പോയിലേഴ്സ് ഒന്നും പുറത്തു വിടുന്നില്ല. നിങ്ങൾ എന്തായാലും കണ്ടു തന്നെ മനസ്സിലാക്കുക. Founder. സമാറ വിവിങ്സ്, മാർക്കോ ബ്രയൻ, അതുപോലെ തന്നെ ആഡം ബ്രോഡി, ഇതൊക്കെയാണ് ഈ ഒരു മൂവിത്തെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. വേറെയും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഒരു മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. കാരണം ഒരുപാട് സ്പോയിലേഴ്സ് ഒന്നും ഞാൻ ഔട്ട് ചെയ്യണില്ല. അതുപോലെ തന്നെ ഗെയ് ബുസീക്കാണ് ഈ ഒരു മൂവി റിട്ടേൺ ചെയ്തിട്ടുള്ളത്. മാറ്റ് ബെറ്റിനെലി ഓൾപിൻ, അതുപോലെ തന്നെ ടൈലർ ജിലെറ്റ്, ഇവരൊക്കെയാണ് ഈ ഒരു മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു റേഡിയോ സൈലൻസ് മൂവി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നതിന് മെയിനായിട്ട് ഇതുപോലെ മിസ്റ്ററി, ഹൊറർ ജോൺറയിലുള്ള മൂവികളാണ് അധികം ചെയ്യാറുള്ളത്. സോ എന്തായാലും നല്ലൊരു മൂവി തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം വലിയൊരു മൂവിയാണെന്നൊന്നും പറയുന്നില്ല. എന്നാലും ഈ ഒരു 1.5 മണിക്കൂർ നിങ്ങൾ ഒരുപാട് ലാഗൊന്നും അടുപ്പിക്കാണ്ട് നല്ല രീതിയിൽ നല്ല ത്രില്ലടിപ്പിച്ചിട്ട് തന്നെ ഈ ഒരു മൂവി കൊണ്ടുപോകും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ നല്ല ഇൻട്രസ്റ്റോടെ കണ്ടുവന്ന ഒരു മൂവി തന്നെയാണ്. നമ്മുടെ സമാറ വിവിങ്സിന്റെ പ്രകടനം, സമാറ വിവിങ്സിനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. അതുപോലെ തന്നെ ബോക്സ് ഓഫീസിലും നല്ല കളക്ഷൻസ് കിട്ടിയൊരു മൂവിയാണ്. സോ എന്തായാലും നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, ഈ ഒരു ചാനൽ പുതിയൊരു ചാനലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതുപോലുള്ള നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ചെറിയൊരു ചാനലാണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്സ് ഇടുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇതിൽ അപ്ലോഡ് ചെയ്യണതായിരിക്കും. ഞാൻ അതിൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുക. സോ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക. കോപ്പിറൈറ്റ് അടിച്ച് പോണ മുമ്പ് നിങ്ങൾ എന്തായാലും നോക്കുക. സോ എന്തായാലും ഇനി അടുത്തൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. And finally, it's Misha. This is Baysides, and this channel won't disappoint you. And thanks for watching. Do you think this is a fucking game?